വളരെ പ്രധാനപ്പെട്ട 1-2 അപ്ഡേറ്റുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ഈ ഒരു വീഡിയോയിലെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തുഷാർ ലഗേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു വലിയൊരു അപ്ഡേറ്റ് ഒന്നും ജസ്റ്റ് നിങ്ങളെ ആ ഒരു പിക്ചർ കാണിച്ചിട്ട് പോകാനാണ്. അതായത് തുഷാർ ലഗേറ്റർ അദ്ദേഹത്തിൻ്റെ വെക്കേഷൻ എൻജോയ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ വൈഫിൻ്റെ കൊടുത്ത്. സോ അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. സോ ഒരു പിക്ചർ വെറുതെ കാണിച്ചിട്ടേ ഉള്ളൂ. വളരെയധികം എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആണ് എന്ന് തന്നെ പറയണം. അത് സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സ് പേജിലൊക്കെ. സോ എന്തായാലും നമുക്കിനി അടുത്ത മെയിനായിട്ടുള്ള അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അബ്ദുൾ റബീഹും അതുപോലെ തന്നെ സലാഹുദ്ദീൻ അന്നാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. സലാഹുദ്ദീൻ അന്നാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് താരമാണ്. അബ്ദുൾ റബീഹ് ആണെങ്കിൽ നമ്മുടെ ഹൈദരാബാദ് FC താരവും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് അബ്ദുൾ റബീഹിനെ സ്വന്തം മകൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹൈദരാബാദ് FC ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഒരു സ്വാബ് ഡീലാണ് ഞങ്ങൾ നോക്കുന്നത്. അതായത് സലാഹുദ്ദീൻ അഡ്നാനെ ഞങ്ങൾക്ക് വേണം, അബ്ദുൾ റബീഹിനെ നിങ്ങളെടുത്തു എന്നൊരു സ്വാബ് ഡീലിനാണ് ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. സോ അതിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തയ്യാറാകത്തില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം അടുത്ത സീസൺ തൊട്ട് അവരുടെ മെയിൻ സ്ക്വാഡ് താരമാക്കി മാറ്റാൻ അവർ നോക്കുന്നൊരു താരമാണ് സലാഹുദ്ദീൻ അന്നാൻ. സോ ആ ഒരു താരത്തെയാണ് അവർ സ്വാബ് ഡീലിന് ചോദിച്ചിരിക്കുന്നത്. എന്നാലും നിങ്ങൾക്കറിയാം, അവരുടെ മെയിൻ പ്ലെയറിനെ വിട്ടുകൊടുക്കത്തില്ല. നമ്മുടെ പ്ലെയറിനെ അവർക്ക് വിട്ടുകൊടുത്തോണം, അവർ വലിയ തുകയും എല്ലാം പറയും. പക്ഷേ അവരുടെ ഒരു മെയിൻ പ്ലെയറിനെ അവർ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എന്നാലും ഇങ്ങനൊരു സ്വാബ് ഡീലിന് ഹൈദരാബാദ് FC ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടക്കില്ല, അത് പറ്റില്ല. ഞങ്ങൾ സലാഹുദ്ദീൻ അന്നാനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളൊരു വലിയ തുക തരാം, ഞങ്ങൾക്ക് അബ്ദുൾ റബീഹിനെ ഇങ്ങനെ വേണം, അതാണ് ഇപ്പോൾ പറയുന്നത്. സോ നടക്കില്ലെന്ന് കണ്ടറിയണം.